അപ്പോൾ ഒരു മുഖ്യമന്ത്രി വസ്തുതകളുടെ പിൻബലമില്ലാതെ ആരോപണങ്ങൾ, അവാസ്തവങ്ങൾ ആരോപണങ്ങളായിട്ട് ഉന്നയിക്കുകയാണ്. ഇപ്പോഴും മദ്യം ഒഴുക്കാൻ നീക്കം നടത്തിയത് ആരാണ്? മുഖ്യമന്ത്രി നേരിട്ടാണ്. സ്വന്തം പാർട്ടിയെയും മുന്നണിയെയും സ്വന്തം ക്യാബിനറ്റിൽ എക്സൈസ് മന്ത്രിയെയും ഇരുട്ടത്ത് നിർത്തി മദ്യമൊഴുക്കാൻ ശ്രമിച്ചത് ഈ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഈ UDF മദ്യം എന്നും ഒരു കറവപ്പശുവാണ്. എല്ലാ കാലത്തും മദ്യം ഒരു കറവപ്പശുവാണ്. അതിപ്പോൾ നടന്നില്ല, കയ്യോടെ പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ടതിൻ്റെ രോഷമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അവാസ്തവം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല, അതനുവദിക്കില്ല. ബെവ്കോ വഴി മാത്രമേ കേരളത്തിൽ മദ്യവിൽപ്പനയുള്ളൂ. എല്ലാം ബെവ്കോ വഴി, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. കേരളത്തിൽ മദ്യവിൽപ്പനയുടെ കുത്തക ആർക്കാണ്? ബെവ്കോയ്ക്കാണ്. ബെവ്കോ വിതരണം ചെയ്യുന്ന മദ്യമല്ലാതെ മറ്റൊരു മദ്യവും ആർക്കും ലഭ്യമല്ല കേരളത്തിൽ. ബാറ് അല്ലല്ലോ ഇതിൽ വിഷയം, ബാറ് മാത്രമല്ലല്ലോ ഇത്. മദ്യം സുലഭമാക്കാനുള്ള നീക്കാണ്. ഇതിവിടെ തീരുന്നില്ല കേട്ടോ, ഇത് ഇവിടെയും തീരുന്നില്ല. ഇപ്പോൾ UDF ചർച്ച ചെയ്യാൻ ഇനി UDF തീരുമാനിക്കുന്നതാണല്ലോ പറയുന്നത്. UDF LDFനോടും പ്രതിപക്ഷത്തോടും നന്ദി പറയണം. കാരണം അല്ലെങ്കിൽ പത്രത്തിൽ മാത്രം വായിച്ചറിയുമായിരുന്നു. പത്രത്തിൽ വായിച്ചാണല്ലോ അവരറിഞ്ഞത്. പത്രത്തിൽ വായിച്ചറിഞ്ഞവരാണ്. സ്വന്തം വകുപ്പിൽ എക്സൈസ് മന്ത്രി പത്രത്തിൽ വായിച്ചറിയേണ്ട സ്ഥിതി. UDFൻ്റെ കൺവീനർ, ഘടകകക്ഷി, ലീഗുകാരൊക്കെ പത്രത്തിൽ വായിച്ചാണ് അറിയുന്നത്. ഇപ്പോൾ അവരെ വിളിച്ചൊരു ചർച്ചയ്ക്ക് തയ്യാറായതിൽ LDFനോട് നന്ദി പറയണം. എല്ലാം ഉൾപ്പെടെയാണ്. പ്രത്യേകം കണക്ക് വേണമെങ്കിൽ പ്രത്യേകം കണക്കും ലഭ്യമാണ്. ആ നിയമസഭാ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ അതെല്ലാം ഉണ്ട്. അതിപ്പോഴല്ല, 2018 അതിന് നിയമസഭയിൽ തന്നെ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ സഖാവ് KN ബാലഗോപാൽ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞു. തൊട്ട് പിന്നാലെ പത്രസമ്മേളനം നടത്തി ഡോക്ടർ തോമസ് ഐസക്ക് മറുപടി പറഞ്ഞിട്ട് വളരെ എന്താ കാര്യം, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന് അത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിന് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ചുമത്തിയ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. അത് 152% മറ്റുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ നികുതി. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേനേക്കാൾ അല്പം കുറവായിരിക്കുമല്ലോ. കസ്റ്റംസ് ഡ്യൂട്ടിയുടെ മുകളിലാണ്, അല്ലെങ്കിൽ പിന്നെ ഇതാരെങ്കിലും വിൽക്കുവിടെ. കസ്റ്റംസ് ഡ്യൂട്ടിയും പിന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ വിൽപ്പന നികുതിയും ഏർപ്പെടുത്തിയ പിന്നെ ആരെങ്കിലും വിൽക്കുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ നികുതി കിട്ടാതിരുന്നൊരു മേഖലയിൽ പുതിയ നികുതി ഏർപ്പെടുത്തുക ചെയ്തത്. അത് ഞാൻ പറഞ്ഞല്ലോ. അതെന്തായിരുന്നു? ഈ വീര്യം കുറഞ്ഞ മദ്യം സംബന്ധിച്ച് അതിൻ്റെ നിർവചനം സംബന്ധിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത്. നികുതിയൊന്നും അവിടെ വന്നിട്ടില്ല. നികുതി ഞങ്ങൾ ഒരിക്കലും പരിഗണിച്ച വിഷയമല്ല. ഒരു ഗവൺമെൻറ്, LDF ഗവൺമെൻറ് നികുതി കുറയ്ക്കുന്ന കാര്യം ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടല്ലേ ഈ ഫയൽ 3 കൊല്ലവും 5 മാസം അവിടെ കിടന്നത്. ഞാൻ കൃത്യമായിട്ട് ഫയൽ ഡേറ്റ് പറഞ്ഞില്ല ഇവിടെ. എന്നാണ് ഫയൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്? 23/2/2023. പിന്നെ ആ ഫയലിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും എന്നാണ് 21/5/2026. അന്നാര കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം ദിവസം. നികുതിയെക്കുറിച്ചുള്ളതാണ് ആ ഫയൽ, നികുതിയെക്കുറിച്ചുള്ളതാണ്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ഇതെത്തിയത് എന്ന് ഞാൻ ചോദിക്കട്ടെ. മുഖ്യമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ആവശ്യപ്പെടാതെ 3.5 കൊല്ലമായിട്ട് അനക്കമറ്റ് കിടന്ന ഫയൽ ശരവേഗത്തിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തുമോ? അതൊന്നും പ്രതിപക്ഷം ഒരു കാലത്ത് നിയമസഭയിൽ പറഞ്ഞിട്ടില്ലല്ലോ.
2022 കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് ഈ ആരോപണം വന്നപ്പോഴാണ് പറഞ്ഞത്. അതൊക്കെ കൃത്യമായിട്ട് നികുതി പിരിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പലതും ഇങ്ങനെ പഴയത് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അല്ല, അതാ പറഞ്ഞത്, VM സുധീരന് തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നത് പ്രതിപക്ഷം ഉയർത്തിയപ്പോഴാണ് അല്ലേ? ആരെയും അറിയിക്കാതെ സൂത്രത്തിൽ നടപ്പാക്കാനുള്ള പരിപാടിയായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, 24 ദിവസം ഈ ഫയൽ കയ്യിൽ വെച്ചിട്ടും നയപരമായ സുപ്രധാനമായ തീരുമാനമായിട്ടും എന്തുകൊണ്ട് മുന്നണിയിലോ പാർട്ടിയിലോ കൺസൾട്ട് ചെയ്തില്ല? അപ്പോൾ അവരറിയരുതെന്ന നിർബന്ധം മുഖ്യമന്ത്രിക്കുള്ളത് കൊണ്ടല്ലേ? നികുതി നിർദ്ദേശം ചർച്ച ചെയ്യണ്ട, ഇത്ര ശതമാനം എന്ന കാര്യം ചർച്ച ചെയ്യണ്ട, പക്ഷെ കുറയ്ക്കണോ കുറയ്ക്കണ്ടേ എന്നുള്ളത് നയപരമായ തീരുമാനമല്ലേ? അത് ചർച്ച ചെയ്യണ്ടേ? അത് ചർച്ച ചെയ്യണ്ടേ? സാധാരണ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുക? ഒരു മുന്നണി ഒരു നയം അംഗീകരിച്ച് ആ നയം നടപ്പാക്കാനുള്ളതാണ് ബജറ്റ്. അല്ലാണ്ട് ബജറ്റ് നടപ്പാക്കിയിട്ട് പിന്നെ നയം ആണോ ആലോചിക്കുക? അതാ ഞാൻ പറഞ്ഞത്, ബോധപൂർവം മറച്ചു വെച്ചത്. സുധീരനാണല്ലോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചു എന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് ശ്രീ VM സുധീരനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്തമുണ്ട്, വലിയ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റ് ആണെന്നാണ് പറയുന്നത്. ഉറപ്പല്ലേ? എങ്ങനെ പറ്റും? ബജറ്റ് പാസ്സാക്കുന്നതോടുകൂടി നിയമാവല്ലേ അത്? നിയമസഭ പാസ്സാക്കുന്നതാണ് ബജറ്റ്. UDFിൻ്റെ മാത്രമാണ് നയം. ബജറ്റ് പാസ്സായി കഴിഞ്ഞ ശേഷം UDF നയത്തിൽ എന്ത് തീരുമാനിച്ചാലും ഈ നിർദ്ദേശം ബജറ്റിലുണ്ടെങ്കിൽ മദ്യക്കമ്പനികൾക്ക് ഇവിടെ വിൽക്കാം, ഈ നികുതി നിരക്കിന് വിൽക്കാം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ? വിൽക്കുകയാണെങ്കിൽ ഇതായിരിക്കും നികുതി നിരക്കെന്ന്. മനസ്സിലായില്ലേ? ഈ നികുതി നിരക്കിന് വിൽക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. സർക്കാരിന്റെ കാലത്ത് ഈ ശിവാശ്രീകൾ അതുപോലെ തന്നെ മറ്റു മദ്യക്കമ്പനികളുമായി സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇപ്പം ഞാൻ മറുപടി ഡോക്ടർ തോമസ് ഐസക്കും ബാലഗോപാൽ നിയമസഭയിലും ഐസക്ക് പുറത്ത് പത്രസമ്മേളനത്തിലും പറഞ്ഞ കാര്യം. കാരണം എന്താ? അത് ഇമ്പോർട്ട് ചെയ്യുന്ന മദ്യമാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന മദ്യത്തിന് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. അതിന് പുറമെയാണ് വിൽപ്പന നികുതി ഇവിടെ ഏർപ്പെടുത്തിയത്. അല്ലെന്ന് അദ്ദേഹം പറഞ്ഞത് വിൽപ്പന നികുതി കുറച്ചു വെച്ചു എന്നാണ്. വിൽപ്പന നികുതി കുറച്ചു വെക്കുന്നതിൻ്റെ കാര്യം എന്താ? വേറൊരു നികുതി കൂടി ഉള്ളതുകൊണ്ടാണ്, കസ്റ്റംസ് ഡ്യൂട്ടി കൂടി ഉള്ളതുകൊണ്ടാണ്. കസ്റ്റംസ് ഡ്യൂട്ടിയും വിൽപ്പന നികുതിയും ചേരുമ്പോഴോ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തേക്കാൾ കൂടുതൽ ആവും. അന്ന് 210%. ഞാൻ പറയാം, അന്ന് 210%മാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് കേരളത്തിലെ വിൽപ്പന നികുതി. ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ വന്നപ്പോൾ അതിന് 78% വിൽപ്പന നികുതി ഏർപ്പെടുത്തി. 182% മറ്റേ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ എത്രയായി? 230 അല്ലേ? 230. അപ്പം തന്നെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തേക്കാൾ കൂടുതലാണ്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം മുഖ്യമന്ത്രി പറയാൻ. അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന് മറക്കുകയാണ് ഇപ്പോഴും. പലപ്പോഴും മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനൊരു ആധികാരികത വേണ്ടേ? വസ്തുതകളുടെ കണക്കിൻ്റെയും പിൻബലം വേണ്ടേ?